സാർ ആ ധ്യാനത്തിൽ പത്രം വിളിച്ച് പറഞ്ഞു കോച്ചിന് രോഗമുള്ളവരും എനിക്ക് കോച്ചൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും വേണ്ടിയില്ല. വീട്ടിൽ എനിക്ക് കോച്ചിലൊക്കെ മാറി പച്ചവെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് 27 കൊല്ലം കഴിഞ്ഞു. ഞാൻ പച്ചവെള്ളത്തിൽ തല മാത്രമേ പച്ചവെള്ളത്തിൽ കഴുകാൻ എന്നൊക്കെ ചൂടുള്ള ഏപ്രിൽ മെയ് മാസത്തിൽ ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കുക. എൻ്റെ ജീവിത പങ്കാളി എന്നെ കളിയാക്കും. ഇനി ഞാൻ ചെമ്പിലായിരുന്നോ പിന്നെ നിന്നെ പത്രക്ക് എടുക്കണ്ടോ ഇന്ന് ചൂടുവെള്ളത്തിലെ കുളിക്കുക. വെള്ളിയാഴ്ച ഇവിടെ പോരുമ്പോൾ വരെ ചൂടുവെള്ളത്തിനെ കുളിച്ചിട്ട് ഞാൻ പോകും. ഇവിടുന്ന് ചെന്ന് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ചൂടുവെള്ളം കിട്ടാൻ പാടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മാത്രമായിട്ട് ഇപ്പോൾ ഒരു ചൂടാക്കില്ല. അപ്പം അതൊരു പ്രശ്നമാണ്. ഞാൻ പത്രത്തിനെല്ലാം കുളിക്കാതെ ഓളുണ്ടായിരുന്നല്ലോ കൊണ്ട് അവൾ നമ്മൾ പത്രത്തിൽ കുളിച്ച പ്രശ്നമാവോ എന്ത് പ്രശ്നമായാലും ഇവിടെയല്ലേ ഒന്ന് രണ്ടിലും ഒന്ന് ഇവിടുത്തെ അറിഞ്ഞിട്ട് നമുക്ക് പോവാം. അത് അവിടെ പത്രത്തിലൊന്നും കുളിച്ച് വീട്ടിൽ വന്നിട്ടും ധൈര്യമില്ല. കോച്ചി കുട്ടിക്ക് പേടിയില്ലേ. കോച്ചിന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കിടപ്പ് പറഞ്ഞോട് പറയും കാലിതേ പോകുന്നു പിടിച്ചോ. അപ്പൊ അവര് ഞാൻ അടുക്കുന്ന കിടക്കാൻ പറ്റും. പിന്നെ വേനക്കല്ലേ അങ്ങോട്ട് പറഞ്ഞു നീ തന്നോടെ കിടന്നോ ഞാൻ വേറെ അതിനിപ്പോ കൊടുക്കുന്ന ആളായിട്ട് പോയി. അതിനോട് പേരട്ട് കിടക്കാൻ എനിക്ക് കാര്യമൊക്കെ കൊച്ചു. ഞാൻ പറഞ്ഞെങ്കിലും പണിക്ക് പോകുന്ന ആളല്ല. ആള് പറഞ്ഞപ്പോഴും ഞാൻ കാലത്ത് വീശിയോടെ കൊടുക്കും. അപ്പൊ ഇപ്പൊ പസരത്തിൽ കുളിക്കാൻ പറ്റി കോച്ചിൽ മാറി വൈകുന്നേരം എനിക്ക് ഉറക്കല്ലായിരുന്നു. എൻ്റെ ആത്മ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ മുതലേക്ക് ഞാൻ രാത്രി എനിക്ക് ഉറക്കം ഭയങ്കര കുറവാണ്. ആ കുളിക കഴിക്കുന്ന ആ മയക്കം മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. അപ്പൊ എൻ്റെ നമ്മൾ കൂടുമ്പോൾ ചോറുമ്പോൾ ഞാൻ പറയും ഞാൻ ഉള്ള കിടന്ന് ഇവര് കൊള്ളാം നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് ഞാൻ ചീത്ത പറയും. അപ്പൊ അത് അങ്ങനെ 3 സംഭവം എനിക്ക് കിട്ടിയ കൈക്ക് കുറച്ച് ഇങ്ങോട്ട് കൊടുക്കും. കൈ തിരിച്ചിട്ടാണല്ലോ 27 കൊല്ലമായത് എൻ്റെ ഈ കൈ എൻ്റെ വഴറ്റാണ് നടക്കാൻ ബലത്തിന് എനിക്ക് ഈ കൈ ഇങ്ങനെ വയ്ക്കണം. ആ കൈ ഇങ്ങനെ താഴത്തേക്ക് വീഴും. വെളുത്തിങ്ങനെ ഇപ്പം നടക്കാൻ പറ്റുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്വസ്തി.